ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ വീഡിയോയിൽ വരുന്നത്. ഓക്കെ, നമുക്കറിയാം UK ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ കമ്പനിയാണ് എക്സ് കോർപ്പറേറ്റ്. ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു സിംഗിൾ ലൈൻ നെറ്റ്വർക്കിംഗ് പ്രോഗ്രാമാണ്. നമ്മൾ ഇന്ന് പല നെറ്റ്വർക്ക് കമ്പനികളും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നുകിൽ അത് ബൈനറി ആയിരിക്കും, അല്ലെങ്കിൽ ലെവൽ പ്ലാൻ ആയിരിക്കും. വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം വരുമാനം കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. എന്നാൽ എക്സ് കോർപ്പറേറ്റ് എന്നുള്ള ഈ ഒരു ഇൻ്റർനാഷണൽ കമ്പനി നമുക്ക് വേൾഡിലെ ലാർജസ്റ്റ് ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ട് വരാൻ പോകുന്ന ഒരു കമ്പനിയാണ്. ഇവർക്ക് അത് മാത്രമല്ല, ഇവർ ക്രിപ്റ്റോ കറൻസി മേഖലയിൽ നൂതനമായ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് വരാൻ പോകുന്ന ഒരു മികച്ച കമ്പനിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇവർക്ക് ഒരു ടോക്കൺ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ $10 മുതൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് വലിയൊരു ഏണിങ്സ് എടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു കമ്പനി ഫോം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഇതൊരു സിംഗിൾ ലൈൻ നെറ്റ്വർക്കിംഗ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം ലോകത്ത് എവിടെയെങ്കിലും ഒരു ജോയിനിങ് വരുമ്പോഴും അത് നമ്മുടെ താഴേക്ക് മാത്രമായി പ്ലേസ് ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഈവൻ $10 ആണെന്ന് വിചാരിച്ചു, നമ്മളൊരു $10 ഐ ഡി അടിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ആരെങ്കിലും റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 30% ഡയറക്റ്റ് റെഫറൽ റിവാർഡ് കിട്ടും. ഇനി നമ്മൾ ആരെയും റെഫർ ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് വേൾഡ് വൈഡായിട്ട് അടുത്ത നെക്സ്റ്റ് മിനിറ്റിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡിൽ ആരാണോ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത് അവർ ഓട്ടോമാറ്റിക് നമ്മുടെ ട്രീയുടെ താഴെ വരുന്ന പ്ലേസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ലൈൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയും. ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിൽ വന്ന് അതായത് ജസ്റ്റ് ഒരു ഇൻവെസ്റ്ററായി വന്ന് നിൽക്കുന്നവർക്കും ഭാവിയിൽ നല്ലൊരു റിട്ടേൺസ് എടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഇതിൽ ഡയറക്റ്റ് റിവാർഡ് 30%, അതേപോലെ പാരൻറ്റ് റിവാർഡ് എന്ന് പറഞ്ഞിട്ട് ഇൻഡയറക്റ്റ് റിവാർഡ് നമുക്ക് 5% ലഭിക്കും. അതേപോലെ ജനറേഷൻ ലെവൽ റിവാർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 10%, നമ്മളെ 10 ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്യുന്ന ആ ടീമിൽ നിന്ന് നമുക്ക് 10 ലെവൽ വരെ ഉള്ള ടീമിൽ നിന്ന് നമുക്കൊരു 10%. അതേപോലെ അൺലിമിറ്റഡ് സിംഗിൾ ലൈൻ റിവാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഗ്ലോബലി നമ്മളെ നടക്കുന്ന ബിസിനസ്സിൻ്റെ നമ്മളെ ടീമിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ താഴെ ഓട്ടോമാറ്റിക് വരുന്ന ആളുകളിൽ നിന്ന് തന്നെ മൊത്തം 25% അൺലിമിറ്റഡ് റൂട്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു പ്രോഗ്രാമാണ്. നമുക്ക് $10 സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇതിൽ ലക്ഷക്കണക്കിന് ഡോളേഴ്സ് ഏൺ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആണ് കമ്പനിയുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസ്ഡ് പ്ലാനാണ്. നമുക്ക് ട്രസ്റ്റ് വാലറ്റ് അല്ലെങ്കിൽ മെറ്റാമാസ്ക്, അതുപോലെ ട്രോൺ ലിങ്ക് പ്രോ അതുപോലുള്ള എന്തെങ്കിലും ഒരു വാലറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കിതിനകത്ത് USDT BEP20 ഒരു $10 $100 $1000 നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം എത്ര ഡോളർ, കൂടുതൽ ഡോളർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ വരുമാനം കിട്ടും, കുറച്ച് ഡോളർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് കുറച്ച് വരുമാനം കിട്ടും. അത് നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാ കമ്പനിയിലും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 2 times ആണ് ഇതിനകത്ത് റിവാർഡ് ലഭിക്കുക. നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡബിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു $100 $1000 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 1-2 മാസം കൊണ്ട്, നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും 2 മാസം കൊണ്ട് ഡബിൾ ആകുന്ന തരത്തിലാണ് നമ്മുടെ ഈ സിസ്റ്റം, കമ്പനിയുടെ സിസ്റ്റം ചെയ്തിട്ടുള്ളത്. 100% ഡീസെൻട്രലൈസ്ഡാണ്. ഇതിനകത്ത് ഇതിൻ്റെ ഓണേഴ്സിനോ മാനേജ്മെൻറ്റിനോ ഇതിനകത്തൊരു ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നില്ല. അത്തരത്തിൽ ഇത് ഡിസൈൻ ചെയ്തത് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമായിട്ടാണ്. അപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. കാരണം ഇത് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ഇതിനകത്ത് കയറി വരികയും അത്യാവശ്യം ടീമാവുകയും ചെയ്യും. അപ്പോൾ മുകളിലുള്ള ആളുകൾക്കൊക്കെ നല്ല വരുമാനം ലഭിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് താല്പര്യമുള്ള ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് ഇതിനകത്ത് എക്സ് കോർപ്പറേറ്റ് എന്നുള്ള ഈ ഒരു സിംഗിൾ ലൈൻ കമ്പനിയിൽ മിനിമം ഒരു $10 ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.